ഹായ്, വീണ്ടും ഒരു സ്മൈൽ സ്റ്റോറി ആയിട്ട് ഞാൻ വരികയാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു പുതിയ തലമുറയുടെ ഒരു പ്രശ്നം. ഐഫോൺ എങ്ങനെ നമുക്ക് പല്ലിന് ഉപദ്രവകാരിയാവും, ഐഫോൺ ഉപയോഗിച്ചാൽ എങ്ങനെ പല്ല് പൊട്ടും എന്നറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. ഐഫോൺ ഉപയോഗിച്ച് പല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചെറിയ അപായ സൂചന നിങ്ങൾക്ക് തരികയാണ്. ബാക്കി വീഡിയോ കണ്ടിട്ട് നമുക്ക് പറയാം. ഞാൻ ഡോക്ടർ സബീ വകേസ്. ഇന്ന് ഞാൻ പറയാനുള്ളത് നമ്മുടെ ആപ്പിൾ ഫോൺ എങ്ങനെ ഒരു ഡെന്റിസ്റ്റിന് എനിക്ക് പ്രത്യേകിച്ച് കുറച്ച് കാശുണ്ടാക്കി തന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആപ്പിൾ ഫോൺ ഭയങ്കരമായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അതൊരു ഒരു 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 ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് കാണുകയും ചെയ്യാം, അതിൻ്റെ ആ സ്മൂത്ത് ഫ്ലോ ഒക്കെ. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മുടെ മനസ്സിനെ തന്നെ മതിച്ചു പോകും. ചിലപ്പോൾ നമ്മളെ അതിങ്ങനെ കണ്ടിരുത്തി ഉറക്കി കളയും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു സുഹൃത്ത്, അതായത് നമ്മുടെ ഒരു സിനിമാ നടനാണ്, ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഈ ആപ്പിൾ ഫോൺ വെച്ചിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിയുമ്പോൾ പുള്ളിക്ക് തോന്നി, സ്ക്രോൾ ചെയ്ത് പോയി കുറച്ച് നേരം കഴിയുമ്പോൾ പുള്ളിക്ക് ഒന്ന് കിടന്നുറങ്ങാമെന്ന് തോന്നി. ഉറങ്ങി ഇങ്ങനെ വരുന്ന സമയത്താണ് വേറൊരു പെട്ടെന്നൊരു ഓർമ്മ വന്നു, വാട്സപ്പിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന്. പുള്ളി അത് എടുത്തു. പിന്നെ അതിന്റെ പിന്നാലെ പോയി. അങ്ങനെ പിന്നാലെ പോയി പുള്ളി എന്താ വെച്ചാല് ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന് പുള്ളി അങ്ങ് ഉറങ്ങിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കും, നാർമലി നമ്മുടെ കൈയൊക്കെ വിട്ടു. അപ്പൊ ആ ഫോൺ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വീണ് പൊട്ടി. പല്ലങ്ങോട്ട് പൊട്ടി. പല്ല് പൊട്ടിയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റത്. എന്റെ ദൈവം, പുള്ളി അറിഞ്ഞില്ല എന്ന് പറയണേ പല്ല് പൊട്ടിയതൊന്നും. പിറ്റേ ദിവസം രാവിലെ കണ്ണാടിയിലേക്ക് പോയി, എന്റെ പല്ലില്ല. ആകെ പ്രശ്നം. രാവിലെ തന്നെ എന്നെ വിളിച്ചേക്കാം, എന്താണ് ഡോക്ടറെ ചെയ്യേണ്ടത്? ഇന്നലെ രാത്രി എൻ്റെ വായില് ഫോൺ വീണ് പൊട്ടിയെന്ന് പറയാൻ ഭയങ്കര നാണക്കേട്. ആർക്കാ നാണക്കേടില്ലാത്ത? ഫോൺ പല്ലിലേക്ക് വീണു. ഐഫോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനമല്ലേ, ക്വാളിറ്റിയുള്ള സാധനമല്ലേ, ഇരുമ്പ് കട്ട പോലല്ലേ ഈ സാധനം, ഭയങ്കര കനമല്ലേ. 14 Pro സൂപ്പർ. എന്തായാലും ആ സാധനം പൊട്ടിയത് ഞാൻ നിങ്ങൾ കാണുന്ന പോലെ ഒരു ഫോട്ടോ ഉണ്ട്. അത് പൊട്ടി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആകെ സങ്കടമായി. പുള്ളിയുടെ കരിയർ തന്നെ പോകുമെന്നുള്ള പേടിയ. പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ശരിയായി കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞു, ഐഫോൺ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇത്രയും കാശ് കിട്ടി, നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിച്ചപ്പോൾ രാത്രിയിൽ നിങ്ങളൊരു സമയത്ത് ഉറങ്ങാൻ തീരുമാനിച്ചു, പിന്നെ കിടന്ന് ഉറങ്ങുക, വീണ്ടും എടുത്ത് ഇങ്ങനെ നോക്കി കാണരുത്. കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്തോളൂ, പല്ല് പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം കഥയാണ്, ഒരു ന്യൂജൻ കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് സാധാരണ കിട്ടൂല. അപ്പോൾ ഞാൻ ഈ സ്മൈൽ സ്റ്റോറീസ് കുറച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണ എൻ്റെ കൂട്ടത്തിൽ ഇതിനെ ഞാൻ കുത്തിക്കയറ്റുകയാണ്.